സാർ വീടെത്തി. ആ ആരാത്? ആരാന്നാ ചോദിച്ചേ? ഞാനാ, കുട്ടനാ സാർ. ഏത് കുട്ടൻ? നീ വന്നേ. താൻ പോയതാ സാർ. ഞാൻ ഇവിടുന്ന് പോയതാ. ടിക്കറ്റുമായി തിരിച്ചു വന്നപ്പോ കൊച്ചമ്മയും കുഞ്ഞും തനിച്ചാ മോളില്. രാത്രിയല്ലേ, അവർക്കൊന്ന് കൂട്ടിനിരുന്നതാ. ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സാർ. സാറ് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തോളാം. വേലക്കാരന്റെ സ്ഥാനത്തേക്കണം. താൻ പോയി കിടന്നോ സാർ. അപ്പൊ എന്റെ ജോലിക്കാര്യം? ജോലിക്കാൻ പറ്റി 6 ദിവസമായി സാർ ഞാൻ പുറത്തു നിൽക്കണേ. എന്തിനാ പുറത്തേക്കുന്നത്? സാറ് പറഞ്ഞിട്ട്. എന്നാ ഇനി അകത്ത് കിടന്നു. എന്നാ ഞാൻ പോട്ടെ സാർ. എങ്ങോട്ട്? വീട്ടിലേക്ക്. നാളെ രാവിലെ യൂണിഫോം ഇട്ടിട്ട് ഇവിടെ വരാം. വേണ്ട, യൂണിഫോം വേണ്ട, ഈ വേഷമൊക്കെ മതി. തന്നെ ആ കഥവ് കൂട്ടിയിട്ടിട്ട് ഇവിടെ കിടന്നോ. അല്ല വേണ്ട, അവിടെ ഈ അടുക്കളയില്. അവിടെ അടുക്കളയിലോ? പറഞ്ഞത് കേട്ടില്ലേ? ഞാനേ കുറ്റിയിട്ടിട്ട് ഞങ്ങൾ വരാം. ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കണോ സാർ? അപ്പൊ ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കാം. എന്ത് വേഷത്തിലാ കിടന്നുറങ്ങിയത്? ഞാൻ ഇത് മാറാൻ മറന്നുപോയി. രാത്രി ബോധമില്ലാതെയാണോ വന്നത്? ഇപ്പൊ കിടക്കാൻ ബെഡ്റൂം ഒന്നും വേണ്ടതായോ? രാത്രി ഞാൻ വളരെ താമസിച്ചു. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ഇവിടെ കിടന്നു. ആഹാ, ഈ ഔദാര്യം മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലല്ലോ. ഇപ്പൊ ഓരോരോ പുതിയ രീതികളാ. വലിയ കേസായിരുന്നു തോന്നുന്നു രാത്രി. ഏതായാലും മോളി പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. ചെല്ല് ചെല്ല്. I'm meant to be born with the right to see, and not with
സാർ എന്നെ പറ്റി വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? കഷ്ടായി. എന്താ കുട്ടാ? ഞാൻ ഇന്നലെ ഉറക്കം ഒളിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി, അത്ര തന്നെ. ഇവിടെ ലുങ്കി പോലും കാണുന്നില്ലല്ലോ. ഡാഡി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മോളെ എഴുന്നേറ്റോ? ആ. ആഹാ, രാവിലെ എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നോ? വേഗം പോയി പല്ല് തേക്ക്. കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? തീർന്നു. ഡ്രസ് എടുത്ത് പുറത്തു വെച്ചേക്കും. അതിനകത്ത് ഇങ്ങനെ കഥ കളിച്ചിരുന്നാൽ എങ്ങനെ? ഈ ഇപ്പൊ വരും. വേഗം ആട്ടെ. ആ. ഞാൻ പുറത്തു നിൽക്കാം. കാപ്പി റെഡി. ഞായറാഴ്ച നമ്മൾ പുറപ്പെടുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛന് വലിയ സന്തോഷായി. പ്രത്യേകിച്ചും ദാസേട്ടൻ ജോലി രാജിവെക്കുന്നു എന്ന് കേട്ടപ്പോ. വരൂന്നേ. അയ്യേ, ഇതെന്ത് പറ്റി? മീശ പോയി. ഇന്ന് ഉച്ചയ്ക്കെങ്കിലും നേരത്തെ വരണേ. അല്പം അത്യാവശ്യമുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. എന്നാ ഊണ് സ്റ്റേഷനിലേക്ക് കൊടുത്തയക്കാം. ഡാഡി, ഇന്നലെ പാവയും വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് എന്താ കൊണ്ടുവരത്തെ? സോറി മോളെ, നോക്ക് എന്ത് പാവയാ വേണ്ട? നൃത്തം ചെയ്യുന്ന പാവയെ. അയ്യോ, ഡാഡി മറന്നുപോയില്ലേ? ഞാൻ കാണിക്കാം. ഓർമ്മ വരുമോ നോക്കട്ടെ. ഇപ്പൊ കിട്ടിപ്പോയി. വൈകിട്ട് വരുമ്പോ പാവയെ വാങ്ങിച്ചോട്ടരാ. എന്റെ പൊന്ന് ശ്രീധര, ഞാൻ രക്ഷപ്പെട്ടു എന്ന് തോന്നേ. എത്ര നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അല്ല, താനോടെ പോന്നു? ഞാൻ പോകുന്ന വഴിക്ക് വീട്ടിലിറങ്ങാം. ഏത് വീട്ടില്? എന്റെ വീട്ടില്. യൂണിഫോം ഒക്കെ അവിടെയാ. വേണ്ട, താ അകത്തോ. അടുക്കള വല്ല പണിയുണ്ടോ നോക്ക്. ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഇയാളുടെ ചോറ് കൊടുത്തയക്കണം. അല്ല, തനിക്ക് യൂണിഫോമിന് നിർബന്ധമാണോ? അതെന്റെ ചോറല്ലേ സാർ. എന്നാ വീട്ടിൽ പോയി എടുത്തോണ്ട് വരൂ. പക്ഷെ ഒരു കാര്യം, പകലൊന്നും ഇവിടെ ഇട്ടോണ്ട് നടക്കണ്ട. വേണമെങ്കിൽ രാത്രി അതിട്ടുണ്ട് ഈ ഗേറ്റിലൊക്കെ എന്നാ മതി. എന്താ എല്ലാരും നിക്കുന്നത്? ഇരിക്കും. സാറിന്റെ റൂമ്. ഓ, അത് ശരി, മുറി. യെസ് സാർ. എന്താ? അല്ല, സാറ് ബെല്ലടിച്ചു. അത് ചുമ്മാ തമാശക്ക് ഇങ്ങനെ. വരൂ.
ഡാഡി ഇല്ലേ ഇവിടെ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഞാൻ വന്നത് എക്സ്ക്യൂസ് മീ. ഹലോ. ഹായ് മീതു. ഇൻവിറ്റേഷൻ എന്താണ് കിട്ടിയത്? ഞാൻ ആദ്യം അയച്ചത് നിനക്കാ. എപ്പോഴാ അവിടുന്ന് പുറപ്പെടുന്നത്? നോ നോ, അന്ന് വന്ന പോരാ, നാളെ എങ്കിലും നീ ഇവിടെ എത്തിയിരിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ വന്നത് പപ്പന്റെ ഒരു കാര്യം പറയാനാ. പപ്പനെ 2 ദിവസമായിട്ട് കാണാനില്ല. 2 അല്ല 5 ദിവസമായി കാണാനില്ല. ഇനി ഞങ്ങളുടെ കല്യാണത്തിന് തന്നെ പപ്പനെ കാണൂ. മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. ഞാനുമായിട്ടൊരു സൗന്ദര്യപ്പണക്കം. ഡാഡിയെ കാണാനാണെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യൂ. അല്ല, ഞാൻ പിന്നെ വരാം. മിസ്റ്റർ ഉമേഷ്, പ്ലീസ് ടു മീറ്റ് യു. ഐ എം എ ഫാൻ ഓഫ് യേഴ്സ്. പപ്പന് പകരം നിങ്ങൾ വീണ്ടും സ്റ്റേജിൽ വരാൻ പോകുന്ന കേട്ടു. ഏയ്, പപ്പൻ ഇപ്പോഴും പാടുന്നുണ്ടല്ലോ. അത് വെറുതെ. പപ്പൻ ഇനി ഒരിക്കലും സ്റ്റേജിൽ പാടില്ല. അല്ലെങ്കിലും പപ്പൻ വലിയ പാട്ടുകാരനൊന്നുമല്ലായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിങ്ങളുടെ പാട്ടെന്ന് വെച്ചാൽ ജീവനാ. സോറി, മനസ്സിലായില്ല. മനസ്സിലാവില്ല? എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ നിങ്ങൾക്കെന്നല്ല, ലോകത്തിലൊരാൾക്കും മനസ്സിലാവില്ല. പറ്റേ? അല്ല, ഇത് വിചാരിച്ച പോലെ അല്ലല്ലോ. നമ്മുടെ ദാസാറിന് എന്തു പറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം സിനിമയ്ക്ക് പോയതിനാ നമ്മുടെ കുട്ടന്റെ യൂണിഫോം പോയത്. എന്തിന് ബട്ടൺസ് പറഞ്ഞു പോയ യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് വന്ന ഒറ്റ കാരണത്തിനാ പോളാശം വെയിലത്ത് നിൽക്കേണ്ടി വന്നത്. അതൊക്കെ ചെയ്ത ആളാതേ ഇപ്പം. ദാസാറിന് എന്തോ പറ്റിയിട്ടുണ്ട്, അത് തീർച്ച. ഉയരത്തിനുള്ള വീഴ്ചയല്ലേ, ചിലപ്പോ തലയിൽ ഞരമ്പ് തെറ്റി കാണും. താൻ ഇവിടെ ഇല്ലെന്നേ, അതൊക്കെ ചുമ്മാ കളിപ്പി കാണുന്നേ. യെസ് സർ. ആ കസ്റ്റഡിയിലുള്ളവരൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് സർ. ആ പെണ്ണുകൾ നേരം വെളുക്കുന്നവരെ കരച്ചിലായിരുന്നു സാർ. ഏത് പെണ്ണുങ്ങൾ? സാർ ഇന്നലെ പുലിക്കോട്ടിൽ നിന്ന് പിടിച്ച പെണ്ണുങ്ങൾ. അയ്യോ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നെയാ? അതെ. വിളിച്ചോളൂ. യെസ് സർ. ഇറങ്ങി മാറിയുണ്ട്. ചെലവുണ്ട്. ഏയ്, ഇരിക്കൂ. വരുന്നേ. നിങ്ങൾക്ക് പോലീസ് സംഘത്തിൽ എന്താ പണി? നർത്തകികളാണ് സാർ. നർത്തകികളോ? നിങ്ങൾ ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ശാസ്ത്രീയമായി നൃത്തം പഠിച്ചിട്ടില്ലാത്ത നിങ്ങളെ നർത്തകിലായി നിയമിച്ച പുലിയെ വേണം തല്ലാൻ. തല്ലണേ സാർ. ആരെ? അല്ല, സാറ് പുലിയെ തല്ലണമെന്ന് പറഞ്ഞത്. തല്ലണോ? തല്ലിക്കോ. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നൃത്തം ചെയ്യാണ് സാർ. ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും നൃത്തം ചെയ്യോ? അതൊരു കലയല്ലേ, അല്ലേ? അതെ സാർ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് സാർ. അപ്പൊ നിങ്ങളുടെ ഈ നൃത്തം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. എങ്കിലൊന്ന് കണ്ടേലേ. റെഡി? എന്താ മടിച്ചിരിക്കുന്നത്? കൗൺ 1 2 3